നമസ്കാരം. ഡോക്ടർ ഡെയിലി ന്യൂസ് അനാലിസ്റ്റ് അക്ഷയ് സ്വാഗതം. നമ്മൾ നോക്കുമ്പോൾ ഇന്ന് ഒരു ആർട്ടിക്കിൾസ് ആണ്. നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് 4 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണുള്ളത്. ഫസ്റ്റ് ആർട്ടിക്കിൾ ISRO അൺഡോക്സ് സ്പെയ്ഡെക്സ് സാറ്റലൈറ്റ്സ് എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് മാറിയിരിക്കുന്നത്. ഈ ഒരു ടോപ്പിക് നമ്മൾ സ്പേസ് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3യുടെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ജസ്റ്റ് പറയുവാണെങ്കിൽ 2 മാസങ്ങൾക്ക് മുമ്പ് ഈ പറഞ്ഞ പോലെ പത്രങ്ങളിലൊക്കെ വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചതാണ്. ISRO ഈ ഒരു സ്പെയ്ഡെക്സ് സാറ്റലൈറ്റിനെ ലോഞ്ച് ചെയ്തത് 2 മാസങ്ങൾക്ക് മുമ്പാണ്. അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്നുള്ള നിലയിൽ ആ ഒരു ടൈമിൽ ഈ പറഞ്ഞ രീതിയിൽ ISRO ഈ 2 സാറ്റലൈറ്റ്സിനെ ഈ പറഞ്ഞ ഡോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡോക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടി യോജിപ്പിക്കുക എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഉദാഹരണം നിങ്ങൾ ഇൻട്രസ്റ്റ് സിനിമകളൊക്കെ കാണുമ്പോഴേക്കും കണ്ടിട്ടുണ്ടായിരിക്കും. അവിടെ സ്പേസ് സ്റ്റേഷനിലേക്ക് വന്നിട്ട് ഭൂമിയിൽ നിന്ന് പോകുന്ന സാറ്റലൈറ്റ് ഡോക്ക് ചെയ്യാന്ന് ലോക്ക് ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ മെറ്റീരിയൽസ് ഒക്കെ ഇതിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന കണ്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു ടെക്നോളജി വളർത്തിയെടുക്കാനായിട്ടുള്ള ISROയുടെ ശ്രമമാണ് ഈ സ്പെയ്ഡെക്സ് സാറ്റലൈറ്റ്സിലൂടെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ നിർവഹിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജിൽ ഈ പറഞ്ഞ ISRO ഈ ഒരു സ്പെയ്ഡെക്സ് സാറ്റലൈറ്റിൽ ലോഞ്ച് ചെയ്തിരുന്ന 2 സാറ്റലൈറ്റുകളെ തമ്മിൽ പരസ്പരം ഡോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ അതിന്റെ രണ്ടാമത്തെ സ്റ്റേജ്, അല്ലെങ്കിൽ ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു മിഷൻ കംപ്ലീറ്റ് ആയത് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അത് രണ്ടാം സ്റ്റേജിൽ നിർവഹിച്ചത് ആ ഡോക്ക് ചെയ്ത 2 സാറ്റലൈറ്റിനെ ഇപ്പോൾ വീണ്ടും അൺഡോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്തിനാണ്, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ ടെക്നോളജി കൊണ്ട് ISRO ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാൻ എന്താണ് ശ്രമിക്കുന്നത്, ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമുക്ക് ആ ഒരു ആർട്ടിക്കിളിൽ പഠിക്കാൻ നേരത്തെ വിശദമായിട്ട് നോക്കാം. പിന്നെ ISRO അൺഡോക്സ് സ്പെയ്ഡെക്സ് സാറ്റലൈറ്റ്സ് ആയിരിക്കും നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കാൻ പോകുന്ന ന്യൂസ് ആർട്ടിക്കിൾ. രണ്ടാമത്തെ ടോപ്പിക്ക് ഇന്നലത്തെ നമ്മുടെ DNA ഒരു കണ്ടിന്യൂഷൻ ആർട്ടിക്കിൾ ആണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇതാണ് നമ്മൾ ഡെയിലി കറക്റ്റ് ആയിട്ട് ആ ഒരു ന്യൂസ് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ആ ഒരു കണ്ടന്റ് കൃത്യമായിട്ടും ഫോളോ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇന്നലെ നമ്മൾ പഠിച്ച ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ ഈ പറഞ്ഞ പോലെ ഏകദേശം 7 മാസത്തെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഇൻഫ്ലേഷൻ ആണ് കറന്റ് ഫെബ്രുവരി മാസത്തിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് എന്ന് പറയുന്നത് ഇന്നലത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിൽ ഫ്രണ്ട് പേജിൽ ഉണ്ടായിരുന്ന ആർട്ടിക്കിൾ ഉണ്ട്. ഇന്ന് അതിനെ കണക്ട് ചെയ്തുകൊണ്ടൊരു ആർട്ടിക്കിൾ ആണ് ഇന്നത്തെ എക്കണോമിക്സ് പേജിൽ വന്നിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ എക്കണോമിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുന്ന ഒരു ആർട്ടിക്കിൾ ആണ്. RBI മേ ഗോ ഫോർ റേറ്റ് കട്ട് ഇൻ MPC. MPC എന്ന് പറഞ്ഞാൽ മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു RBI പറഞ്ഞ പോലെ അവരുടെ റേറ്റുകൾ ഒരു പക്ഷേ പറഞ്ഞിടത്തോളം ഇൻഫ്ലേഷൻ ലോവർ ആയി നിൽക്കുന്നത്. ഇൻഫ്ലേഷൻ ലോവർ എന്ന് പറയുന്നത് നമ്മൾ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്ന 4% ആണ്. അതിൽ നിന്ന് താഴെ 3.6% ഇപ്പം ഇന്നലത്തെ ഒരു ഡേറ്റയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്ര ലോവർ ആയിട്ട് നിൽക്കുമ്പോഴേക്കും RBI ഒരുപക്ഷെ വരാൻ പോകുന്ന മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗിൽ റേറ്റുകൾ ഡിക്രീസ് ചെയ്യാൻ, റിപ്പോ നിരക്കുകളൊക്കെ കുറയ്ക്കാൻ ചാൻസ് ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇന്ന് വാർത്ത വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ പഠിക്കാനുള്ള എങ്ങനെ മീൻസ് ഈ റേറ്റ് കട്ട് ചെയ്യുമ്പോൾ എന്ത് എഫക്റ്റ് ആണ് ഈ പറഞ്ഞ പോലെ RBI മാർക്കറ്റിൽ ഉണ്ടാക്കാൻ പോകുന്നത്, പിന്നെ ഈ പറഞ്ഞ പോലെ RBIയുടെ ഇൻഫ്ലേഷൻ ടാർഗറ്റിനെ കുറിച്ച് നമുക്കൊന്ന് ജസ്റ്റ് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അപ്കമിംഗ് പ്രിലിംസിന് അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് മാറിയേക്കാവുന്നതാണ്. കാരണം ഏകദേശം 2 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് കഴിഞ്ഞ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗിൽ RBI മോണിറ്ററി പോളിസി റേറ്റുകളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് അത് അങ്ങനെ ഒരു ന്യൂസ് വരുന്ന കാരണം തന്നെ നമുക്ക് മോണിറ്ററി പോളിസി കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഈ വർഷത്തെ പ്രിലിംസിന് പ്രതീക്ഷിക്കാവുന്നതും കൂടിയാണ്. ശരി, തേർഡ് ആർട്ടിക്കിൾ അന്നത്തെ ന്യൂസ് പേപ്പറിൽ എഡിറ്റോർ ബേസ്ഡ് ആർട്ടിക്കിൾ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ തന്നെയാണ്. ജെൻഡർ ബേസ്ഡ് ബഡ്ജറ്റിനെ കുറിച്ചാണ് ആ ഒരു ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നത്. ജെൻഡർ ബഡ്ജറ്റ് ഗ്രേറ്റർ ലൊക്കേഷൻസ് ബട്ട് ലിറ്റിൽ ഇമ്പാക്ട് എന്നുള്ളതാണ് ആ ഒരു ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് മാറുന്നത്. അപ്പൊ ഇവിടെ ബഡ്ജറ്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുക കാരണം എക്കണോമിക്സുമായിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. പിന്നെ ഇവിടെ വുമൺ ബേസ്ഡ്, ഐ മീൻ ജെൻഡർ ബേസ്ഡ് ബഡ്ജറ്റിനകത്ത് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പ്രധാനമായിട്ടും ഡീൽ ചെയ്യുന്ന വുമൺ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗവേണൻസ് റിലേറ്റഡ് ആയിട്ടും അവിടെ തന്നെ സോഷ്യൽ ജസ്റ്റിസ് നമുക്ക് പറയാൻ പറ്റും. ബിക്കോസ് വൾണറബിൾ സെക്ഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് SC ST വിഭാഗത്തിൽ പെടുന്ന പോപ്പുലേഷനെ കുറിച്ചാണ് മെയിൻലി ആ ഒരു ആർട്ടിക്കിളിനകത്ത് ഈ പറഞ്ഞ ചർച്ച ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വൾണറബിൾ സെക്ഷൻസ്, സൊസൈറ്റി വൾണറബിൾ സെക്ഷൻസ് എന്ന രീതിയിൽ ഉൾപ്പെടുത്തി ജനറൽ സ്റ്റഡീസ് പേപ്പർ ടു സോഷ്യൽ ജസ്റ്റിസിന്റെ പോയിന്റ് ഓഫ് വ്യൂലും ആ ഒരു ടോപ്പിക്ക് നമുക്ക് പഠിക്കാവുന്നതാണ്. ദെൻ ഫോർത്ത് ടോപ്പിക്കും ഇതൊരു ന്യൂസ് ആർട്ടിക്കിൾ അല്ല, പകരം ഇന്നത്തെ ന്യൂസ് പേപ്പറിനകത്ത് നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചു കാണുമായിരിക്കും, ഒരു ബ്യൂട്ടിഫുൾ ഇമേജ് ഹ്യൂമയോൺ ടോംബിന്റെ ഒരു ബ്യൂട്ടിഫുൾ ഇമേജ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഇമേജ് നമുക്ക് ഈ പറഞ്ഞ ഹിസ്റ്ററി പെർസ്പെക്ടീവിൽ പറഞ്ഞ പോലെ പഠിക്കേണ്ട കാര്യമുണ്ട്. എന്താണ് ഹ്യൂമയോൺ ടോമിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് അവിടെ പഠിക്കേണ്ടത്. അതുപോലെ ഹ്യൂമയോൺ എന്നുള്ള റൂളറിനെ കുറിച്ച്, മുഗൾ റൂളറിനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. ഞാൻ ഇത്രയും ടോപ്പിക്സ് പഠിച്ചതിന് ശേഷമായിരിക്കും ഇതിൽ നിന്ന് ഒരു മോഡൽ MCQ സോൾവ് ചെയ്തായിരിക്കും നമ്മൾ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ടൈം കളയാണ്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ ആണ് ISRO അൺഡോക്സ് സ്പെയ്ഡെക്സ് സാറ്റലൈറ്റ്സ് എന്ന ഫസ്റ്റ് അറ്റംപ്റ്റ് എന്നാണ്. അപ്പം ആദ്യം തന്നെ ആ ഒരു സ്പെയ്ഡെക്സ് മിഷനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. സോ സ്പെയ്ഡെക്സ് മിഷൻ ഞാൻ പറഞ്ഞു 2 മാസം മുമ്പ് ISRO ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മിഷനാണ്. ഇതിനകത്ത് 2 പ്രധാനപ്പെട്ട സാറ്റലൈറ്റ് ആണ്. അതായത് ഇതിനകത്ത് ഡോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ലൈഡ് നിങ്ങൾ കാണുന്നുണ്ട്. ഇതുപോലെ തന്നെ ഇതൊരു പിക്ചർ റെപ്രസെന്റേഷൻ ആണ്, ഗ്രാഫിക് റെപ്രസെന്റേഷൻ ആണ്. ഇവിടെ കാണുന്ന 2 ഈ പറഞ്ഞ പോലെ സാറ്റലൈറ്റുകൾ തമ്മിൽ കൂടി യോജിച്ച് നിൽക്കുമ്പോഴാണ് ഇതിന്റെ ഡോക്കിംഗ് എന്ന് പറയുന്നത്. ആ കൂടി യോജിച്ച് നിൽക്കുന്ന സാറ്റലൈറ്റുകളെ തമ്മിൽ വേർപെടുത്തുന്നതിനെയാണ് അൺഡോക്കിംഗ് എന്ന് ബേസിക്കലി പറയപ്പെടുന്നത്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്ന കാര്യം നമുക്കത് ജസ്റ്റ് സ്പെയ്ഡെക്സ് മിഷനെ കുറിച്ച് പഠിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സ്പെയ്ഡെക്സ് മിഷൻ എന്ന് പറയുന്നതിനകത്ത് 2 സാറ്റലൈറ്റ് ഉണ്ടായിരുന്നു. ഒന്ന് ഈ പറഞ്ഞ ചേസർ, കോഡ് നെയിമാണ് SDX-01 എന്നും രണ്ടാമത്തെ പേരാണ് ടാർഗറ്റ് SDX-02 എന്ന് പറയുന്നത്. ഇവ തമ്മിൽ ഡോക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നത് ലോവർ എർത്ത് ഓർബിറ്റ് ആണ്. ലോവർ എർത്ത് ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ നമ്മുടെ ഭൂമി സർഫസിൽ നിന്നും ഈ പറഞ്ഞ 476 കിലോമീറ്റർ അകലെ മാത്രമുള്ള ഓർബിറ്റ്സ് ആണ് ലോവർ എർത്ത് ഓർബിറ്റ് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട നമ്മുടെ സ്പേസ് സ്റ്റേഷൻസ്, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻസ് ഒക്കെ തന്നെ റിവോൾവ് ചെയ്യുന്ന ആ ഒരു ലോവർ എർത്ത് ഓർബിറ്റുകളിലാണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഇനി താരതമ്യേന സൈസ് കുറഞ്ഞ സാറ്റലൈറ്റുകളായിരുന്നു. അപ്രോക്സിമേറ്റ്ലി 220 kg മാത്രമായിരുന്നു രണ്ടുപേർക്ക് ഉണ്ടായിരുന്നത്. ഇനി ലോഞ്ച് ചെയ്യാൻ ഉപയോഗിച്ച വെഹിക്കിൾ ഓർത്തിരിക്കണം, പരീക്ഷയ്ക്ക് ആവശ്യമായിട്ട് അറിയാം. ബിക്കോസ് ജനറലി ഇപ്പം നമ്മൾ കൂടുതലും ISRO വെച്ച് കേൾക്കുന്നത്
GSLV സാറ്റലൈറ്റുകളൊക്കെ ലോഞ്ച് ചെയ്ത് കേട്ടിട്ടുണ്ടാവുമല്ലോ. പക്ഷെ ഇവിടെ GSLV അല്ല, നോർമലി ISROയുടെ ഏറ്റവും വിശ്വസിക്കാവുന്ന ഈ പറഞ്ഞ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളായ PSLV C60 ആണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് കാരണം വേറെ ഒന്നുമല്ല, ബിക്കോസ് ഇത് ലോവർ എർത്ത് ഓർബിറ്റിലേക്കാണ് ലോഞ്ച് ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇതിനധികം വെയിറ്റും ഇല്ല, 220 കിലോഗ്രാം മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ GSLV ഉപയോഗിക്കേണ്ട കാര്യം ഇവിടെ വരുന്നില്ല. അതുകൊണ്ടാണ് ISRO PSLV C60 റോക്കറ്റ് ഉപയോഗിച്ച് ഇത് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദെൻ ഈ ഒരു ടെക്നോളജിയുടെ ISRO ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഏതാ ചോദിച്ചാൽ ഇറ്റ്സ് കോൾഡ് ഭാരതീയ ഡോക്കിംഗ് സിസ്റ്റം. ഇത്തരത്തിൽ രണ്ട് സാറ്റലൈറ്റുകളെ സ്പേസിൽ വെച്ച് പരസ്പരം കൂട്ടി യോജിപ്പിക്കുന്ന ഡോക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സിസ്റ്റത്തിന് പറയുന്ന പേരാണ്, അല്ലെ ആ ടെക്നോളജിക്ക് പറയുന്ന പേരാണ്, നമ്മൾ കൊടുത്തിരിക്കുന്ന പേരാണ് ഭാരതീയ ഡോക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഒരു ടെക്നോളജി, അല്ലെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഈ 2 മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ അങ്ങനെ ഡോക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഇന്ത്യ ബിക്കെയിം ദ 4th കൺട്രി ഇൻ ദ വേൾഡ് ടു അച്ചീവ് ദിസ് ടെക്നോളജി. ഇന്ത്യക്ക് മുമ്പ് ഈ ടെക്നോളജി അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്ന ഫസ്റ്റ് ഓഫ് ഓൾ USA ആണ്, പിന്നെ റഷ്യ, ദെൻ ചൈന. ആ പട്ടികയിലേക്കാണ്, അല്ലെ ആ ഒരു ഗ്രൂപ്പിംഗിലേക്കാണ് ഇന്ത്യയും ഇപ്പോൾ എൻ്റർ ചെയ്തിരിക്കുന്ന കാര്യം ഓർത്തിരിക്കുക. അതും ഇന്ത്യ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെയാണ്, ആദ്യമായിട്ടാണ് ഇന്ത്യ ഇങ്ങനെ ഒരു ടെക്നോളജി ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനുള്ള ഒരു മിഷൻ കണ്ടക്ട് ചെയ്യുന്നു. ആ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഈ പറഞ്ഞ പോലെ ISROയ്ക്ക് ആ ഒരു ടെക്നോളജി സ്വായത്തമാക്കാനായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റി എന്നുള്ള കാര്യമാണ് ഇതിനകത്ത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. എനിവേ ഈ സ്പേഡെക്സ് മിഷനകത്ത് പറയുന്നത്, സ്പേഡെക്സ് മിഷനകത്ത് 2 പ്രധാന സ്റ്റേജുകളാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ സ്റ്റേജാണ് 2 മാസങ്ങൾക്ക് മുമ്പ് സക്സസ്ഫുള്ളി പൂർത്തീകരിച്ചതും, ദാറ്റ് വാസ് ഡോക്കിംഗ് എന്നുള്ള സ്റ്റേജാണ്. രണ്ടാമത്തെ സ്റ്റേജാണ് ഇപ്പോൾ കംപ്ലീറ്റ്ലി പൂർത്തീകരിച്ചത്, വിച്ച് ഈസ് കോൾഡ് അൺഡോക്കിംഗ്. അതായത് ആ ഡോക്ക് ചെയ്ത 2 സ്പേസ് ക്രാഫ്റ്റുകളെ, സോറി 2 സ്മോൾ സാറ്റലൈറ്റുകളെ തമ്മിൽ പരസ്പരം ഈ പറഞ്ഞ അൺഡോക്ക് ചെയ്യുന്നു, വെടിപ്പിച്ചെടുക്കുന്നതിനെയാണ് നമ്മൾ ഈ പറഞ്ഞ ഇതിന് അൺഡോക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ 2 സ്റ്റേജുകൾ കംപ്ലീറ്റ്ലി ഈ പറഞ്ഞ സക്സസ്ഫുള്ളി പൂർത്തീകരിക്കാനായിട്ട് ISROയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് രണ്ടും എന്തിനാണ് ആവശ്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫർദർ ഓൺ ഫ്യൂച്ചറിൽ ISROയ്ക്ക് ഒരുപാട് മിഷൻസ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മിഷൻസ് വരുന്നുണ്ട്. ലൈനപ്പിൽ നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും. അതിൽ ഏറ്റവും പ്രധാനമാണ് നമ്മൾ അടുത്ത് തന്നെ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഗഗൻയാൻ മിഷൻ എന്ന് പറയുന്നത്. ഈ ഗഗൻയാൻ മിഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗഗൻയാൻ മിഷൻ ഒക്കെ തന്നെ വരാൻ പോകുന്ന ISROയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിഷനായി 2028 ലോഞ്ച് ചെയ്യാൻ പോകുന്ന നമ്മുടെ സ്വന്തം സ്പേസ് സ്റ്റേഷൻ, ഇന്ത്യയുടെ സ്വന്തം സ്പേസ് സ്റ്റേഷൻ ഭാരതീയ അന്തരീക്ഷ നിലയം എന്ന് പറയുന്നത്, BAN, ഭാരതീയ അന്തരീക്ഷ നിലയം. നമ്മൾ 2028 അതിന്റെ ലോഞ്ചിങ് നടപടികൾ തുടങ്ങുമെന്നാണ് ISRO പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ബൈ 2035 2035 ആകുമ്പോഴേക്കും ഈ ഭാരതീയ അന്തരീക്ഷ നിലയം അഥവാ സ്പേസ് സ്റ്റേഷൻ, നമ്മുടെ സ്വന്തം സ്പേസ് സ്റ്റേഷൻ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമെന്നാണ് പറയുന്നത്. അപ്പൊ എനിവേ ആ 2035 സ്പേസ് സ്റ്റേഷൻ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഒബ്വിയസ്ലി ഇവിടുന്ന് സയന്റിസ്റ്റുകൾ അങ്ങോട്ടേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മുടെ സ്പേസിലേക്ക് സയന്റിസ്റ്റുകളെ തിരിച്ചു കൊണ്ടുവരുന്ന മിഷനാണ് നമ്മുടെ ഗഗൻയാൻ മിഷൻ. ഇപ്പൊ നിങ്ങൾക്ക് പിടിയിട്ടുണ്ട്, ഈ ഗഗൻയാൻ എന്ന് പറയുന്നത് ഈ സ്പേസ് സ്റ്റേഷൻ മിഷനിലേക്കുള്ള ഒരു ഫസ്റ്റ് ചുവടുവെപ്പാണ്. അതായത് ക്രൂഡ് മിഷൻ ഈ പറഞ്ഞ പോലെ സ്പേസ് സ്റ്റേഷനിലേക്ക് എത്തണം, അവിടുന്ന് അവർ സയന്റിഫിക് റിസർച്ച് നടത്തി തിരികെ വരണം. ആ സ്പേസിൽ പോയി തിരികെ വരുന്നതാണ് ഗഗൻയാൻ മിഷൻ. ഈ ഗഗൻയാൻ മിഷൻ 2035 നടത്താൻ പോകുന്ന ഇന്റർനാഷണൽ സ്പേസ്, നമ്മുടെ സ്വന്തം സ്പേസ് സ്റ്റേഷനായ ഭാരതീയ അന്തരീക്ഷ നിലയത്തിന്റെ ഒരു പാർട്ടാണെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. അങ്ങനെ ഭൂമിയിൽ നിന്നും ഈ പറഞ്ഞ പോലെ ക്രൂഡ് മിഷൻ മീൻസ് സയന്റിസ്റ്റുകൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോഴേക്കും ആ ഭാരതീയ അന്തരീക്ഷ നിലയത്തിലേക്ക് ഇത് ഡോക്ക് ചെയ്യണം, മീൻസ് അവിടെയോട്ട് ചെന്ന് ഇത് കൂടിച്ചേരണം. എങ്കിലേ ഉള്ളൂ ആ ഒരു സ്പേസ് സ്റ്റേഷനിലേക്ക് ഇവിടുന്ന് സയന്റിസ്റ്റുകൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡോക്കിംഗ് സിസ്റ്റം ഇപ്പോൾ സക്സസ്ഫുൾ ഡെവലപ്പ് ചെയ്തത്. ഇനി വൺസ് അവിടുന്ന് റിസർച്ച് ആക്ടിവിറ്റീസ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും സയന്റിസ്റ്റുകൾക്ക് തിരികെ ഭൂമിയിലേക്ക് വരണം. അതിനെന്ത് ചെയ്യണം, ആ ഡോക്ക് ചെയ്ത് നിർത്തുന്ന സാറ്റലൈറ്റുകളെ വീണ്ടും അൺഡോക്ക് ചെയ്യാനായിട്ട് സാധിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അൺഡോക്കിംഗ് സിസ്റ്റം ഈ പറഞ്ഞ രീതിയിൽ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിവേ ഇതെല്ലാം ഇപ്പോൾ കണ്ടക്ട് ചെയ്തിരിക്കുന്ന ഈ മിഷൻസ് എല്ലാം തന്നെ എങ്ങോട്ടേക്കാണ് എത്തി നിൽക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഫോർ ഭാരതീയ അന്തരീക്ഷ നിലയം എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പൊ അതിനുവേണ്ടിയുള്ള ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മിഷൻസ് ആണ് ഇപ്പോൾ ISRO ഇങ്ങനെ കണ്ടക്ട് ചെയ്തു വന്നത്. പക്ഷെ പിന്നെ ഈ പറഞ്ഞ രീതിയിൽ ഇപ്പോൾ ഈ അൺഡോക്കിങ്ങിലൂടെയും ഡോക്കിങ്ങിലൂടെയും കിട്ടിയിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് ISROയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാറ്റലൈറ്റ് ഓർബിറ്റിൽ ചെയ്തുകൊണ്ടിരിക്കാന്ന് വിചാരിക്കാം. അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഇതിന് ഫ്യൂവൽ അല്ലെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതിന്റെ ഒരു പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യകതയുണ്ടെങ്കിൽ ഈ ടെക്നോളജി ഇവിടെ കൊടുക്കാൻ പറ്റും. റീഫ്യൂലിങ്ങിന് വേണ്ടിയിട്ട്, സാറ്റലൈറ്റുകൾ റീഫ്യൂൽ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ മെയിൻ്റെനൻസ് കാര്യങ്ങൾക്കായിട്ട് ഈ പറഞ്ഞ രീതിയിൽ ഈ ഡോക്കിംഗ് ടെക്നോളജീസ് ISROയ്ക്ക് ഫ്യൂച്ചറിൽ ഹെൽപ്ഫുൾ ആയിട്ട് മാറാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ സ്പേഡെക്സ് മിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു ഫോർ ISRO. അതിപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അഭിമാനകരമാണ്. ഈ പറഞ്ഞ രീതിയിൽ ആ ഒരു പോയിന്റ് നമുക്ക് പരീക്ഷയ്ക്ക് ആവശ്യമാണ്. ഈ സ്പേഡെക്സ് മിഷനെ കുറിച്ചിട്ടുള്ള പോയിന്റ് പരീക്ഷയ്ക്ക് പ്രിലിംസിന് നമുക്ക് ആവശ്യമായിട്ട് മാറിയേക്കാം. ഓക്കെ, അപ്പൊ ഇത് ഓർത്തിരിക്കും, ഈ പോയിന്റ് മിക്കവാറും ചോദിക്കാൻ പറ്റുന്നതാണ്. 4th കൺട്രിയാണ് ഇന്ത്യ, ബിക്കോസ് 4th കൺട്രി ടു ഡെവലപ്പ് സച്ച് ടെക്നോളജി ആഫ്റ്റർ US, റഷ്യ ആൻഡ് ചൈന ഇൻ ദ വേൾഡ്. ഓക്കെ, സോ ഇതാണ് ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്ന ഡോക്കിങ്ങിനെ കുറിച്ചിട്ട്. ഇനി ഈ ഒരു കാര്യം ഓർക്കണം, ലോകത്ത് ആദ്യമായിട്ട് ഫസ്റ്റ് ഇത്തരത്തിൽ ഡോക്കിംഗ് നടത്തിയിട്ടുണ്ടായിരുന്ന നാസയാണ്. നാസയുടെ മിഷനായ ജെമിനി 8 ആണ്. 1966 ഇത് ഡോക്കിംഗ് അവർ പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നത്. കമാൻഡ് ബൈ നീൽ ആംസ്ട്രോങ്ങും ഒക്കെയാണ് കമാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ജെമിനി 8 1966 നാസ ലോഞ്ച് ചെയ്ത ജെമിനി 8 ആണ് ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ ഒരു ഡോക്കിംഗ് സിസ്റ്റം ചെയ്തത് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, so moving on to the second article. RBI may go beyond a 25 basis point rate cut in April, says experts. ഓൾറെഡി തന്നെ കഴിഞ്ഞ മോണിറ്ററി പോളിസി മീറ്റിംഗിനകത്ത് RBI 25 ബേസിസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ
ബേസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്കണോമിക്സിൽ ഒരു യൂണിറ്റ് ആണ്, ഫിനാൻഷ്യൽ യൂണിറ്റ് ആണ്. അതിനെ പെർസെന്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ജസ്റ്റ് ഡിവൈഡ് വിത്ത് 100 ചെയ്താൽ മതി. 25 ബേസിസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.25%, 0.25% ആണെന്നുള്ള കാര്യമുണ്ട്. അതായത് 100 ബേസിസ് പോയിന്റ് ആണ് 1% എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ 25 ബേസിസ് പോയിന്റ് 0.25% വരും. അപ്പോൾ ഇനി വീണ്ടും ഏപ്രിൽ മാസത്തിൽ RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് കൂടുന്നുണ്ട്. ആ മീറ്റിംഗിനകത്ത് വീണ്ടും ഒരു 0.25%ന്റെ കൂടെ റേറ്റ് കട്ട്, റിപ്പോ നിരക്കുകൾ കുറയ്ക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഇൻഡസ്ട്രിയലിസ്റ്റുകൾക്ക് തന്നെ വിലയിരുത്തപ്പെടുന്നത്. അതിന് കാരണമായിട്ട് പറയുന്നത് വേറെ ഒന്നുമല്ല, ഇന്നലത്തെ നമ്മുടെ ആർട്ടിക്കിളാണ്. ഇന്നലെ നമ്മൾ കണ്ടിരുന്നു ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് കറന്റ് 3.6%ലേക്കാണ്, അപ്രോക്സിമേറ്റ്ലി 3.6% ആണ് എത്തിക്കുന്നത്. നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4% ആണ്. നമ്മൾ 4% ആണ് വേണ്ടത്. പക്ഷേ നമ്മൾ ആ 4 തന്നെ നിൽക്കാൻ പറ്റത്തില്ലാത്തതാണ്. ബിക്കോസ് എക്കണോമിയാണ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരാം. അതുകൊണ്ടാണ് നമ്മൾ ഒരു ടോളറൻസ് ലെവൽ പറയാറുണ്ട്, +or -2%, വിച്ച് മീൻസ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് ഒരു ഫ്ലെക്സിബിൾ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് ആണ്. എല്ലാ രാജ്യങ്ങളും അങ്ങനെ ചെയ്യുന്ന നിർബന്ധമില്ല. അപ്പം പിൻ പോയിന്റ് ആയിട്ടുള്ള ടാർഗറ്റിംഗ് ചെയ്യുന്ന രാജ്യങ്ങളുണ്ട്. പിൻ പോയിന്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ സപ്പോസ് ഇന്ത്യ പറയുവാണ് നമ്മുടെ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് 4% ആണ് എന്ന് പറയുന്നതിനെയാണ് പിൻ പോയിന്റ് ടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. അവിടെ തന്നെ നിൽക്കണം എന്നുള്ളൊരു പോയിന്റ്. നമ്മളിപ്പം പറയുന്നത് അങ്ങനെയല്ല. 4% ആണ് ഐഡിയലി 4% ആണ്. ബട്ട് അത് 4 ± 2, 4 ± 2 എന്ന് പറഞ്ഞാൽ 4 + 2 6 വരെ പോയാലും കുഴപ്പമില്ല. 4 - 2 താഴേക്ക് 2 വരെ പോയാലും കുഴപ്പമില്ല. പക്ഷെ ജനറലി നമ്മൾ താഴത്തേക്ക് 4-ന് താഴത്തേക്ക് അധികം പോകാനായിട്ട് ശ്രമിക്കാറില്ല. ബിക്കോസ് വേറെ ഒന്നും കൊണ്ടല്ല, എക്കണോമിയിൽ ഒരു ചെറിയ രീതിയിലുള്ള ഇൻഫ്ലേഷൻ എങ്കിലും ഉണ്ടാകണം. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ പ്രൊഡ്യൂസേഴ്സിനും അല്ലെങ്കിൽ ഫാർമേഴ്സിന്, ഇവർക്ക് സപ്ലയേഴ്സിന്, ഇവർക്കൊന്നും ബെനിഫിറ്റ് ഇല്ലാണ്ട് മാറിയേക്കാം. അതുകൊണ്ട് തന്നെ 4% നിൽക്കാനാണ് മാക്സിമം ശ്രമിക്കുന്നത്. അത് 4-നും ഒരു 5-നും ഇടയിലൊക്കെയാണ് മിക്കവാറും RBI പെർമിറ്റ് ചെയ്ത് നിർത്താറുള്ളത്. പോയിന്റ് 6-നോട് അടുക്കുമ്പോഴും നിങ്ങൾ കണ്ടു കാണുമായിരിക്കും, നോർമലി 6-നോട് അടുക്കുമ്പോഴും അത് ഡിമാൻഡ് ഫുൾ ഇൻഫ്ലേഷൻ ആണെങ്കിൽ അത് നോർമലി RBI റേറ്റുകൾ ഇൻക്രീസ് ചെയ്തതിലൂടെ, റിപ്പോ നിരക്കുകൾ ഉയർത്തുന്നതിലൂടെ അത് പിടിച്ചൊരു 5-നോട് അടുപ്പിച്ച് നിർത്തുന്ന ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അതേപോലെ തന്നെ 4-ന് താഴത്തേക്ക് അധികം ഈ പറഞ്ഞ രീതിയിൽ കുറെ നാൾ കൂടിയാണ് 4% താഴത്തേക്ക് ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ ലെവൽ മാറുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ 4-നോട് മുകളിലേക്ക് ഒരു 4% ലെവൽ കീപ്പ് ചെയ്യാനായിട്ട് RBI ഒരുപക്ഷെ അടുത്ത മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ അതിനുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതെങ്ങനെയായിരിക്കണം ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻഫ്ലേഷൻ കൂട്ടണമെങ്കിൽ ഡിമാൻഡ് കൂട്ടണം. ഡിമാൻഡ് കൂട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ആളുകളുടെ കയ്യിലേക്ക് കൂടുതൽ പൈസ എത്തിക്കണം. അതിന് RBI ഒബ്വിയസ്ലി സ്വീകരിക്കുന്ന മാർഗ്ഗമാണ് എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി. അപ്പൊ എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ടു ഇൻജെക്ട് മോർ ലിക്വിഡിറ്റി ഇൻ ദ എക്കണോമി. എക്കണോമിയിലേക്ക് കൂടുതൽ മണി സപ്ലൈ, എക്കണോമിക്കിലേക്ക് കൂടുതൽ ലിക്വിഡിറ്റി ഇൻജെക്ട് ചെയ്യാനുള്ളതാണ് എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി. അതിന് വേണ്ടിയിട്ട് പലിശ നിരക്കുകൾ കുറയ്ക്കണം. കാരണം പലിശ നിരക്ക് കുറയ്ക്കുമ്പോൾ ആളുകൾ കൂടുതൽ പോയി ലോൺ എടുത്തോളും. അങ്ങനെ ഈ പറഞ്ഞ പോലെ ആളുകളുടെ കയ്യിലേക്ക് പൈസ എത്താനുള്ള ചാൻസസ് ഉണ്ട്. അത് മാത്രമല്ല FDയുടെ നിരക്കുകളൊക്കെ കുറയും. അപ്പോൾ ആളുകൾ പൈസ കൊണ്ട് ബാങ്കിലേക്ക് ഇടത്തുമില്ല. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴേക്കും എക്സ്ട്രാ ലിക്വിഡിറ്റി എക്കണോമിയിൽ ക്രിയേറ്റ് ചെയ്യാൻ RBIക്ക് സാധിക്കും. ദാറ്റ്സ് കോൾഡ് എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി. അതിന്റെ ഒരു രീതിയാണ് റിപ്പോ നിരക്കുകൾ കുറയ്ക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. അപ്പൊ ഈ ഏപ്രിൽ മാസത്തിൽ RBI അങ്ങനെ ചെയ്യുവാണെങ്കിൽ RBI വിൽ ബി അഡോപ്റ്റിംഗ് ആൻ എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി എന്നുള്ള കാര്യം ഓർക്കാം. നേരെ തിരിച്ച് വാട്ട് ഇഫ് ഇൻഫ്ലേഷൻ നിലവിൽ 6.1% വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ താത്തിക്കൊണ്ട് വരണമെങ്കിൽ റിപ്പോ നിരക്കുകളൊക്കെ കുറയ്ക്കണം. ഇതിന് പറയുന്നവരാണ് കോൺട്രാക്ഷണറി മോണിറ്ററി പോളിസി മെഷർ എന്ന് പറയുന്നത്. കോൺട്രാക്ഷൻ, എക്കണോമി കുറച്ചുകൂടെ കോൺട്രാക്ട് ചെയ്യുക, ലിക്വിഡിറ്റി അബ്സോർബ് ചെയ്യുക എന്നുള്ള നിലപാടാണ് അവിടെ RBI സ്വീകരിക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് നോക്കാം ആ ഒരു ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് ഹിസ്റ്ററി, ഇന്ത്യയുടെ ഒരു ചരിത്രത്തിലെ ഒരു ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് ഒന്ന് മനസ്സിലാക്കിയത് നല്ലതാണ്. ബിക്കോസ് പ്രിലിംസിന് ആവശ്യമായിട്ട് മാറിയേക്കാം. നമ്മളിപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് 4 ± 2 എന്ന് പറയുന്നത് നമ്മൾ അധികം നാളായില്ല ചെയ്യാൻ തുടങ്ങിയിട്ട്, അഡോപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ 2014 തൊട്ടിട്ടാണ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. 2014 നമ്മുടെ ഈ പറഞ്ഞ രീതിയിൽ ഉർജിത് പട്ടേൽ കമ്മിറ്റി റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു. ഉർജിത് പട്ടേൽ കമ്മിറ്റി റെക്കമെൻഡേഷൻ 2014 ഇദ്ദേഹമാണ് ഇങ്ങനെ ഒരു ഫ്ലെക്സിബിൾ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് സിസ്റ്റത്തിലൂടെ ഇന്ത്യ പോകണം വിത്ത് 4% ആൻഡ് ടോളറൻസ് ബാൻഡ് ഓഫ് +or -2% എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കറന്റ് ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് ആയ ഫ്ലെക്സിബിൾ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ എന്ന് ചോദിച്ചാൽ മറക്കാതെ ഓർക്കണം, ഉർജിത് പട്ടേൽ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആണ്. ഇത് പ്രകാരം 2015 നമ്മൾ മോണിറ്ററി പോളിസി ഫ്രെയിംവർക്ക് എഗ്രിമെന്റ് സൈൻ ചെയ്യും. യൂണിയൻ ഗവൺമെന്റും RBI തമ്മിൽ ഫ്രെയിംവർക്ക് സൈൻ ചെയ്തു. ഇതിന്റെ ഭാഗമായിട്ട് 2016 മോണിറ്ററി പോളിസി ഫ്രെയിംവർക്ക്, മോണിറ്ററി പോളിസി കമ്മിറ്റി രൂപീകരിക്കുന്നത്. അപ്പോൾ മോണിറ്ററി പോളിസി കമ്മിറ്റി രൂപീകരിച്ചത് 2016 മാത്രമാണ്. അതിനകത്ത് ഈ പറഞ്ഞ പോലെ RBI ഗവർണറുണ്ട്, RBI ഡെപ്യൂട്ടി ഗവർണർ, പിന്നെ RBI ഒരു ഉദ്യോഗസ്ഥനും കൂടി ഉണ്ടാവും. ബാക്കി 3 പേര് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നോമിനേറ്റ് ചെയ്യുന്നതാണ് ബാക്കി 3 പേര്. അവിടെ ഈ പറഞ്ഞ പോലെ ഒരു വീറ്റോ പവർ ആർക്കും ഇല്ല. പക്ഷേ ഇൻ കേസ് ഓഫ് ഈക്വൽ വോട്ട്സ് വന്നു കഴിഞ്ഞാൽ അവിടെ കാസ്റ്റിംഗ് വോട്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ RBI ഗവർണർ കൊണ്ടെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കാം. അതിന് ഈ മോണിറ്ററി പോളിസി കമ്മിറ്റി 2016 വന്നു. അങ്ങനെയാണ് ആ ഒരു ടൈമിൽ തന്നെയാണ് ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് വന്നു. ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് നമ്മുടെ രാജ്യത്ത് ചെയ്യുന്ന ഓരോ 5 വർഷത്തേക്കാണ്. അപ്പൊ 2016 ചെയ്ത ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് ആണ് 4% +or -2 എന്നുള്ളത്. അത് 2021 വരെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. 2021 കൂടിയ ആ ഒരു മീറ്റിംഗിനകത്ത് വീണ്ടും ഒരു 5 വർഷത്തേക്ക്, അതായത് ഫോർ 2026 2026 വരെ നമ്മൾ പാലിക്കാൻ പോകുന്നത് ഇത് തന്നെയാണ്, ഈ 4% +or -2 എന്നുള്ളത്.
കുറവായിരിക്കും. അങ്ങനെയുള്ള ലെവൽ പറയുന്നതുകൊണ്ടാണ് ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് ഒരു ഫ്ലെക്സിബിൾ ടാർഗറ്റിംഗ് ലെവലാണ്, ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് ആണെന്നുള്ളത് പ്രധാനമായിട്ട് പറയുന്നത്. അപ്പൊ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 4%-ലാണോ ഇപ്പൊ എവിടെയാണ് ഇൻഫ്ലേഷൻ നിൽക്കുന്നതെന്ന് വേണ്ടി മോണിറ്റർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് CPI ഡേറ്റ. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ CPI കമ്പൈൻഡ് എന്ന് പറയുന്നത്. ആ CPI കമ്പൈൻഡ് ആണ് നമ്മൾ നിലവിലെ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് ചെക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിലവിലെ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് ആ ഒരു ലെവലാണ് നമ്മുടെ CPI ഡേറ്റയ്ക്ക് അത് 3.6 ആണ് സൂചിപ്പിച്ചത്. വിച്ച് മീൻസ് നമ്മൾ അലൗവൽ ലിമിറ്റിനാണ്, പക്ഷേ വേണ്ടുന്ന ഐഡിയൽ ആയിട്ടുള്ള 4-ന് തൊട്ട് താഴെയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോൾ ചിലപ്പോൾ RBI ഈ പറഞ്ഞ ലിക്വിഡിറ്റി വർദ്ധിപ്പിച്ച് മാർക്കറ്റിൽ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ട് കൂടുതൽ ഈ പറഞ്ഞ പോലെ ഇൻഫ്ലേഷൻ, ഒരു പൊടിക്ക് ഇൻഫ്ലേഷൻ കൂട്ടാനായിട്ടുള്ള ചാൻസുകൾ ഉണ്ട് എന്നുള്ളത് ആർട്ടിക്കിൾ അത് സൂചിപ്പിക്കുന്നത്. സോ എനിവേ ഞാൻ നേരത്തെ പറഞ്ഞു എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി എന്തായിരിക്കും എയിം ചെയ്യുന്നത്? ടു ബൂസ്റ്റ് എക്കണോമിക് ആക്ടിവിറ്റി ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് സ്ലോ ഗ്രോത്ത് ഓർ റിസഷൻ ടൈമിൽ എക്കണോമിക് ആക്ടിവിറ്റി വളർത്താൻ ശ്രമിക്കുന്ന പോളിസി കണ്ടന്റ്സ് ആണ് എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. ഇവിടെ പ്രധാനമായിട്ടും ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ലോവറിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുകയും അതുവഴി മണി സപ്ലൈ എക്കണോമിയിൽ വർദ്ധിപ്പിക്കാനായിട്ടായിരിക്കും പ്രധാനമായിട്ടും ശ്രമിക്കുന്നത്. ആൻഡ് പോളിസി ബൈ മോണിറ്ററി അതോറിറ്റീസ് ടു ഇൻക്രീസ് മണി സപ്ലൈ ആൻഡ് എൻകറേജ് ബോറോയിങ് ആൻഡ് സ്പെൻഡിങ്. അപ്പോൾ എക്കണോമിയിൽ കൂടുതലൊന്ന് റീവാമ്പ് നടത്താനായിട്ട് സ്പെൻഡിങ് ആക്ടിവിറ്റീസ് ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ടാണ് എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി RBI ചെയ്യുന്നത്. ഇതിലൂടെ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പ്രധാനമായിട്ട് റിപ്പോ നിരക്കുകളൊക്കെ തന്നെ കുറയ്ക്കുക ചെയ്യുന്നത്. റിപ്പോ കുറയ്ക്കും, അതുമായിട്ട് കപ്പിൾ ചെയ്ത് റിവേഴ്സ് റിപ്പോ ഓട്ടോമാറ്റിക്കലി കുറയും. അപ്പോൾ റിപ്പോ കുറയും, അതുപോലെ റിവേഴ്സ് റിപ്പോ ഈ പറഞ്ഞ പോലെ കുറയ്ക്കാം. അല്ലെങ്കിൽ RBI ചെയ്യാവുന്നത് ഇതാണ് ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി ഓഫ് RBI എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ MSF റേറ്റ്, മാർജിൻ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി MSF റേറ്റുകൾ കുറയ്ക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബാങ്കുകളോട് പറഞ്ഞ അവരുടെ CRR-ഉം SLR-ഉം കുറയ്ക്കാം. CRR, SLR ഇതൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ റെഡ്യൂസ് ചെയ്യിക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അന്നേരം ബാങ്കുകളുടെ കയ്യിൽ കൂടുതൽ ലിക്വിഡിറ്റി കിട്ടും. അപ്പം റിപ്പോ നിരക്കുകൾ മാറ്റം വരുന്നത് എങ്ങനെ ബാങ്കിങ് ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കാൻ ചോദിച്ചാൽ അതിനൊരു ആൻസർ ആണ് CRR, SLR ഈ പറഞ്ഞ പോലെ കുറച്ചാൽ മതി. ഇല്ലെങ്കിൽ RBIക്ക് എന്ത് ചെയ്യാം? ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ചെയ്യാം. ബോണ്ടുകൾ വാങ്ങാൻ പറ്റും. ബോണ്ടുകൾ ഈ പറഞ്ഞ പോലെ ബൈബാക്ക് ചെയ്യാം. ബോണ്ടുകൾ ബൈബാക്ക് ചെയ്യുമ്പോഴേക്കും ബോണ്ട് ഈ പറഞ്ഞ പോലെ ബോണ്ട്സ് ബൈബാക്ക് ബോണ്ട് ബൈബാക്ക് ചെയ്യുമ്പോഴേക്കും കയ്യിൽ ഗവൺമെന്റ് ബോണ്ടുള്ള ആളുകൾ കൊണ്ട് RBI കൊടുക്കും. RBI അതിനുള്ള പൈസ അവർക്ക് കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ബോണ്ടുകൾ ബൈബാക്ക് ചെയ്യുന്നതിലൂടെ ഈ പറഞ്ഞ പോലെ ആ ഒരു ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്യുന്നതിലൂടെ വേണമെങ്കിൽ എക്കണോമിക് ലിക്വിഡിറ്റി RBIക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും എന്നുള്ള കാര്യം ഓർത്തിക്കുക. ബാങ്കുകളിലേക്ക് ഡയറക്ട്ലി ചെയ്യാൻ പറ്റുന്ന ഈ മാർഗങ്ങളിലേക്കാണ് പ്രധാനമായിട്ടും ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇത്രയാണ് ആ ഒരു ആർട്ടിക്കിൾ നമ്മൾ കൃത്യമായിട്ട് എക്സാം പോയിന്റിൽ പഠിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടത്. ദെൻ മൂവിംഗ് ഓൺ ടു തേർഡ് ആർട്ടിക്കിൾ, എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിൾ ആണ് ദ ജെൻഡർ ബഡ്ജറ്റ് ബിഗർ അലോക്കേഷൻസ് ബട്ട് ലിറ്റിൽ ഇമ്പാക്ട് എന്നുള്ളതാണ് ആർട്ടിക്കിൾ ഹെഡ്ലൈൻ ആയിട്ട് മാറിയിരിക്കുന്നത്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പ്രധാനപ്പെട്ട 1-2 സ്കീമുകളെ കുറിച്ച് പറയുന്നുണ്ട്. അത് നമുക്ക് പരീക്ഷയ്ക്ക് എസ്പെഷ്യലി ഫിലിംസിന് കൂടുതലായിട്ട് ആവശ്യം വരുന്നതാണ്. എനിവേ നമുക്ക് ഈ ഒരു ആർട്ടിക്കിളിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. അപ്പം ഈ ഒരു ആർട്ടിക്കിൾ തുടക്കത്തിൽ തന്നെ നമുക്ക് എന്താണ് ജെൻഡർ ബേസ്ഡ് ബഡ്ജറ്റിംഗ് എന്ന് പറയാം. ജെൻഡർ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നോർമലി എല്ലാ വർഷവും നമ്മൾ സെൻട്രൽ ബഡ്ജറ്റ് കാണുന്നതാണല്ലോ. എല്ലാ വർഷം ഫെബ്രുവരി 1-ാം തീയതി അവതരിപ്പിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിനകത്ത് നമ്മൾ കുറേയൊക്കെ ഈ പറഞ്ഞ പോലെ അലോക്കേഷൻസ്, അതിപ്പോ തുകകൾ വെച്ചിട്ടാകാം അല്ലെങ്കിൽ പ്രത്യേകമായുള്ള സ്കീമുകൾ വെച്ചിട്ടാകാം, എന്തെങ്കിലും ആയിക്കോട്ടെ, ബഡ്ജറ്റിനകത്ത് പ്രത്യേകമായിട്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള അപ്രോച്ച് നടത്തുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ബഡ്ജറ്റിനെ ഒരു തരത്തിൽ വിളിക്കാവുന്നതാണ് ഇറ്റ്സ് ജെൻഡർ ബേസ്ഡ് ബഡ്ജറ്റിംഗ് എന്നുള്ളത്. അതിപ്പോൾ മെയിൽ സെൻട്രിക് ആകാം അല്ലെങ്കിൽ ഫീമെയിൽ സെൻട്രിക് ആകാം. ജെൻഡർ ബേസിക്കലി മാത്രമേ ഉള്ളൂ. അപ്പൊ ജെൻഡർ ബേസ്ഡ് ആയിട്ട് അലോക്കേഷൻസ് കൂടുതലും ബഡ്ജറ്റിനകത്ത് പരാമർശിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ബഡ്ജറ്റുകളെ നമ്മൾ നോർമലി ജെൻഡർ ബേസ്ഡ് ബഡ്ജറ്റ് എന്ന് അറിയപ്പെടുന്നുള്ളതാണ്. പൊതുവിലായിട്ട് നമ്മുടെ നാട്ടിലെ ബഡ്ജറ്റുകളത് ജെൻഡർ ബേസ്ഡ് ബഡ്ജറ്റ് എന്ന് പറയുമ്പോഴേക്കും കൂടുതലായിട്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്യാറുള്ളത് ഇപ്പോൾ ഫണ്ടുകളുടെ രൂപത്തിലാകാം അല്ലെങ്കിൽ സ്കീമുകളുടെ രൂപത്തിലാകാം ഒക്കെ തന്നെ അലോക്കേറ്റ് ചെയ്യപ്പെടുന്ന സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ്, വുമൺ എംപവർമെന്റിന് വേണ്ടിയിട്ടാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ കൊച്ചു കുട്ടികളുടെ കാര്യങ്ങൾക്കായിട്ട് ചെയ്യാറുണ്ട്. പക്ഷേ അവിടെ ഈ പറഞ്ഞ ജെൻഡർ എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൽ ഫീമെയിൽ എന്നുള്ള കാറ്റഗറി ഉപയോഗിക്കുന്നത്, അതുപോലെ ട്രാൻസ്ജെൻഡേഴ്സിന്റെ കമ്മ്യൂണിറ്റി ഉന്നമനത്തിനായിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ജെൻഡർ ബേസ്ഡ് ബഡ്ജറ്റിംഗ്. ഈ വർഷത്തെ ബഡ്ജറ്റ് കഴിഞ്ഞ 20 വർഷമായിട്ട് നമ്മൾ ഈ ജെൻഡർ ബേസ്ഡ് ബഡ്ജറ്റിംഗ് ഇന്ത്യയിൽ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കണം. അപ്പോൾ ഈ കഴിഞ്ഞ 2025-26 ബഡ്ജറ്റിനകത്ത് ഏകദേശം 4.49 ലക്ഷം കോടി രൂപയാണ് ജെൻഡർ ബേസ്ഡ് അലോക്കേഷൻസിനായിട്ട് ഗവൺമെന്റ് വകവരുത്തിയിരിക്കുന്നത്. അതായത് ഈ ഒരു വരാൻ പോകുന്ന സാമ്പത്തിക വർഷം ഇന്ത്യ ജെൻഡർ ബേസ്ഡ് ആയിട്ട് ഉന്നമനങ്ങൾക്കായിട്ട്, സ്ത്രീകളുടെ ഒക്കെ തന്നെ ഉന്നമനങ്ങൾക്കായിട്ട് ഗവൺമെന്റ് ചെലവാക്കാൻ പോകുന്ന 4.49 ലക്ഷം കോടി രൂപയാണ്. വിച്ച് ഇസ് വെരി വെൽക്കം മെമോൻ. കാരണം കഴിഞ്ഞ ബഡ്ജറ്റിനെ അപേക്ഷിച്ച് കഴിഞ്ഞ ബഡ്ജറ്റിൽ 3.27 ലക്ഷം കോടി രൂപയായിരുന്നു അലോക്കേറ്റ് ചെയ്തത്. അതിനെ അപേക്ഷിച്ച് 37.25% വർധനവ് ജെൻഡർ ബേസ്ഡ് ബഡ്ജറ്റിനകത്ത് ഈ വർഷം ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് എ വെൽക്കം ഫാക്ടർ എന്ന് ബേസിക്കലി പറയാം. പക്ഷേ ഇതിനകത്ത് ഇരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇത്രത്തോളം ഫണ്ടുകൾ നമ്മൾ അലോക്കേറ്റ് ചെയ്യുമെങ്കിലും ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ റിയൽ ലൈഫിൽ ഉദ്ദേശിക്കുന്ന ആളുകളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് പറയുന്നത്. അതിലേക്ക് കടക്കുമ്പോൾ ആ ഒരു പോരായ്മയെ കുറിച്ച് അല്ലെങ്കിൽ ലിമിറ്റേഷൻസിലേക്ക് കടക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ, അതായത് ഉദാഹരണത്തിന് സ്കീമുകൾ ഇവിടെ പറയുന്നുണ്ട്. ഈ വർഷം പോലും നമ്മൾ ഈ വർഷം അലോക്കേറ്റ് ചെയ്ത 4.49 ലക്ഷം കോടി രൂപ ഉണ്ടല്ലോ, അതിൽ 300 കോടി രൂപ നമ്മൾ അലോക്കേറ്റ് ചെയ്ത ഒരു സിംഗിൾ പ്രോജക്റ്റിന് വേണ്ടിയിട്ടാണ്, ഒരു സിംഗിൾ ഈ പറഞ്ഞ രീതിയിൽ സ്കീമിന് വേണ്ടിയിട്ടാണ്. ഇറ്റ്സ് കോൾഡ് PM ജൻമൻ സ്കീം. അതായത് പ്രധാനമന്ത്രി ജൻജതീയ ആദിവാസി ന്യായ മഹാ അഭിയാൻ അഥവാ PM ജൻമൻ സ്കീമുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ 300 കോടി രൂപ കൊടുത്തിരിക്കുന്നത്. PM ജൻമൻ സ്കീം എന്ന് പറയുന്നത് ഫോർ ദ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് 75 പർട്ടിക്കുലർ വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ് ഇൻ കൺട്രി. നമ്മുടെ രാജ്യത്തുള്ള 75 പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പുകളുടെ ഉന്നമനത്തിനായിട്ടാണ്, സോഷ്യോ എക്കണോമിക് ഉന്നമനത്തിന് ഡെവലപ്മെന്റ് വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഈ പറഞ്ഞ തുക 300 കോടി രൂപ ഗവൺമെന്റ് അലോക്കേറ്റ് ചെയ്യാൻ പോകുന്നതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക്
ആ ഒരു സ്കീമിനെ കുറിച്ച് പഠിക്കാം. പ്രധാനമന്ത്രി ജൻജതീയ ആദിവാസി ന്യായ മഹാ അഭിയാൻ അഥവാ PM ജൻമൻ. The scheme is aimed at providing PVTG. PVT എന്ന് പറഞ്ഞാൽ particularly vulnerable tribal groups, households and habitation with basic facilities such as safe housing, clean drinking water and sanitation provide ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. Then improved access to education, health and nutrition. അപ്പം എഡ്യൂക്കേഷൻ പർട്ടിക്കുലർലി vulnerable ട്രൈബൽ ഗ്രൂപ്പുകൾക്കിടയിൽ അവരുടെ സേഫ് ഹൗസിംഗും ക്ലീൻ ഡ്രിങ്കിംഗ് വാട്ടർ സാനിറ്റേഷൻ ഇംപ്രൂവ് ചെയ്യുക. അതുപോലെ എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ന്യൂട്രീഷൻസ് പ്രൊവൈഡ് ചെയ്യുക. ദെൻ റോഡ് ആൻഡ് ടെലികോം കണക്ടിവിറ്റി. പലപ്പോഴും ഇത്തരത്തിൽ ട്രൈബൽ ഏരിയ ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് അവർക്ക് പ്രോപ്പർ ആയിട്ട് റോഡ് കണക്ടിവിറ്റി ഇല്ല, അല്ലെങ്കിൽ ടെലിഫോൺ കണക്ടിവിറ്റി. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസമൊക്കെ പലപ്പോഴും മുടങ്ങാറുണ്ട് അവിടെയുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ റോഡ് ആൻഡ് ടെലികോം കണക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാം. ദെൻ ഇവർക്ക് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ലൈവ്ലിഹുഡ് ഓപ്പർച്യൂണിറ്റീസ് ഒരുക്കി കൊടുക്കുക. പലപ്പോഴും ഇങ്ങനെയുള്ള ആളുകൾ ഈ പറഞ്ഞ പോലെ അവർ പറഞ്ഞ ഫോറസ്റ്റിലെ റിസോഴ്സ് ഉപയോഗിച്ചായിരിക്കും പലപ്പോഴും കഴിയുന്നത്. പക്ഷെ അത് വളരെ റിസ്കി ടാസ്കുകളാണ്. പലപ്പോഴും ഇത്തരത്തിൽ ഫോറസ്റ്റ് റിസോഴ്സസ് ശേഖരിക്കാൻ പോകുമ്പോഴാണ് വന്യമൃഗങ്ങൾ, വൈൽഡ് ആനിമൽസ് ഇവരെ അറ്റാക്ക് ചെയ്യാറൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ലൈവ്ലിഹുഡ് ഓപ്പർച്യൂണിറ്റീസ് ഒരുക്കി കൊടുക്കുക. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ PM ജൻമന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ദെൻ ഇതിനകത്ത് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഡീപ്പായിട്ട് പർട്ടിക്കുലർലി വളർന്ന ട്രൈബൽ ഗ്രൂപ്പുകളെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ബിക്കോസ് ഫിലിംസിനെ ക്വസ്റ്റൻ അവിടെ നിന്നും പ്രതീക്ഷിക്കാം. സോ PVTGs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ദ മോർ വൾണറബിൾ എമംഗ് ദ ട്രൈബൽ ഗ്രൂപ്പ്സ്. ട്രൈബൽ ഗ്രൂപ്പുകളുടെ ഇടയിൽ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള സെക്ഷൻസ് ആണ് PVTGs എന്ന് പറയുന്നത്. 1960-61 ദേബാർ കമ്മീഷനാണ് ഇങ്ങനൊരു ഐഡന്റിഫിക്കേഷൻ നടത്തിയത്. ഷെഡ്യൂൾഡ് ട്രൈബൽ വിഭാഗത്തിൽ തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഗ്രൂപ്പ് ഉണ്ട്. ഇറ്റ്സ് കോൾഡ് PVTGs. പക്ഷെ അന്ന് ഇതിന്റെ പേര് പ്രിമിറ്റീവ് ട്രൈബൽ ഗ്രൂപ്പ്സ് എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് 2006 ഈ കാറ്റഗറിയുടെ പേര് റീവാമ്പ് ചെയ്ത് റീനെയിം ചെയ്ത് പർട്ടിക്കുലർലി വളറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ് PVTGs എന്ന് ആക്കിയിട്ടുണ്ടായിരുന്നു. ദെൻ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള കണക്കുകൾ പ്രകാരം ഇവിടെ 52 ട്രൈബൽ ഗ്രൂപ്പുകളാണ് നമ്മൾ PVTGs ആയിട്ട് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. വൈസ് റെക്കമെൻഡേഷൻ ഓഫ് ദേബാർ കമ്മീഷൻ റെക്കമെൻഡേഷൻ പ്രകാരം 52 ട്രൈബൽ ഗ്രൂപ്പുകളെയാണ് നമ്മൾ PVTGs ആയിട്ട് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നു. ഇവയിൽ നിലവിൽ ഇപ്പോൾ കറന്റ്ലി 75 ഗ്രൂപ്പ്സ് നമ്മൾ നിലവിലുണ്ട് എന്നുള്ള കാര്യം നോക്കുക. പണ്ടായിരുന്നു 52, ഇപ്പൊ നിലവിൽ 75 ഗ്രൂപ്പ്സ് ഉണ്ട്. സ്പ്രെഡിംഗ് അക്രോസ് 22,544 വില്ലേജസ് അക്രോസ് 18 സ്റ്റേറ്റ്സ് ആൻഡ് 1 യൂണിറ്റ് ടെറിട്ടറി. അപ്പൊ എല്ലാ സംസ്ഥാനങ്ങളിലും ഇല്ല, 18 സംസ്ഥാനങ്ങളിലും ഒരു യൂണിറ്റ് ടെറിട്ടറിയിലുമാണ് പ്രധാനമായിട്ടും ഉള്ളത്. സ്പാനിങ് അറൌണ്ട് 28 ലാക്ക് ഇൻഡിവിജ്വൽസ് ആണ് PVTGs ആയിട്ട് നമ്മുടെ നാട്ടിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ സിംഗിൾ ഹയസ്റ്റ് നമ്പർ ഉള്ളത് ഒഡീഷയിലാണെന്നുള്ള കാര്യം ഓർക്കുക. അപ്രോക്സിമേറ്റ്ലി 2.5 ലാക്ക് PVTGs ഗ്രൂപ്പുകൾ ഈ പറഞ്ഞ പോലെ മീൻസ് ആളുകൾ ഒഡീഷയിലുണ്ട്. ഇനി എങ്ങനെയാണ് ഒരു ട്രൈബൽ ഗ്രൂപ്പിനെ നമ്മൾ PVTG ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പോപ്പുലേഷൻ നോക്കിയിട്ടാണ്. പോപ്പുലേഷൻ either സ്റ്റാഗ്നന്റ് ഓർ ഡിക്ലൈനിങ് ആണ് അവരുടെ പോപ്പുലേഷനിൽ അവരെ PVTGs ആയിട്ട് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. പിന്നെ ടെക്നോളജി, അവർ ഉപയോഗിക്കുന്ന പ്രീ അഗ്രികൾച്ചർ ടെക്നോളജി ആണോ അല്ലയോ നോക്കിയിട്ട്, പിന്നെ അവർക്കിടയിൽ ലിറ്ററസി ലെവൽ എക്സ്ട്രീംലി ലോ ആണെങ്കിൽ അവർ PVTG ആയിട്ട് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. പിന്നെ എക്കണോമി സബ്സിസ്റ്റൻസ് ലെവലാണ്, സബ്സിസ്റ്റൻസ് ലെവൽ ഓഫ് എക്കണോമി ആണ് അവർ പാലിക്കുന്നതെങ്കിലും ഒക്കെ തന്നെ ഈ പറഞ്ഞ രീതിയിൽ അവരെ PVTG ട്രൈബൽ ഗ്രൂപ്പുകളെ PVTGs ആയിട്ട് റെപ്രസെന്റ് ചെയ്യാറുണ്ട്, മീൻസ് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. സോ ഇങ്ങനെയുള്ള PVTGs പർട്ടിക്കുലർ ട്രൈബൽ ഗ്രൂപ്പിന്റെ അപ്ലിഫ്റ്റിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സ്കീമാണ് PM ജൻമൻ. പക്ഷേ ഇത് ഈ ബഡ്ജറ്റിനല്ല ലോഞ്ച് ചെയ്ത്, ഇത് 2023-24 ബഡ്ജറ്റിൽ ഗവൺമെന്റ് ലോഞ്ച് ചെയ്തെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പക്ഷേ പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ചോദിക്കാം, കാരണം ഈ വർഷം ഇതിനെ കുറിച്ചിട്ട് പരാമർശിക്കുന്ന കാരണം ചോദിക്കാം. ഇനി നമ്മൾ വരികയാണ് തിരികെ ആർട്ടിക്കിലേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞു ഇത്രത്തോളം നല്ല കാര്യങ്ങൾ ഒബ്വിയസ്ലി വളരെ നല്ലതാണ്, ഗവൺമെന്റ് ഇത്രയും സ്കീമുകളും കാര്യങ്ങളൊക്കെ അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ചോദിച്ചു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ആളുകളിലേക്ക് ആ ലക്ഷ്യം, ആ ഒരു തുകയും കാര്യങ്ങളൊന്നും എത്തുന്നില്ല, അല്ലെങ്കിൽ കുറച്ചുകൂടെ ടാർഗറ്റ് അപ്രോച്ച് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് പരാമർശിക്കാറുള്ളത്. ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ SC/ST വിഭാഗങ്ങളുടെയും അല്ലെങ്കിൽ ട്രൈബൽ വിഭാഗങ്ങളുടെയും ഉന്നമനത്തിനായിട്ട് ഗവൺമെന്റ് ഒരുപാട് തുക അലോക്കേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ ഗ്രൗണ്ട് ലെവലിൽ നടത്തിയിരിക്കുന്ന സർവേ പ്രകാരം നോക്കുകയാണെങ്കിൽ, ഉദാഹരിച്ച് ദളിത് ആദിവാസി ബഡ്ജറ്റ് അനാലിസിസ് റിപ്പോർട്ട് 2023-24 പ്രകാരം കണ്ടക്ടഡ് ബൈ നാഷണൽ ക്യാമ്പയിൻ ഓൺ ദളിത് ഹ്യൂമൻ റൈറ്റ്സ് കണ്ടക്ട് റിപ്പോർട്ട് പ്രകാരം ഇത്തരം അലോക്കേറ്റ് ചെയ്ത തുകയിൽ 35%-ലധികവും ഫണ്ടുകൾ ഈ പറഞ്ഞ ലാപ്സ് ആയി പോവുകയാണ് ചെയ്യുന്നത്. അതായത് 100 രൂപ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 35 രൂപയോളം ലാപ്സ് ആയി പോകുന്നു, അതായത് ചെലവഴിക്കാതെ പോവുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. ഇത് പല കാരണങ്ങളാകാം. ഡ്യൂ ടു ബ്യൂറോക്രാറ്റിക് റെഡ് ടേപ്പ് മൂലമാകും, ഉദ്യോഗസ്ഥരുടെ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ മൂലമാകാം, അവരുടെ ഇൻഎഫിഷ്യൻസീസ് മൂലമാകാം, അല്ലെങ്കിൽ ഓഫീസുകൾ അനാവശ്യപരമായിട്ടുള്ള പേപ്പർ വർക്കുകൾ മൂലമാകാം, പ്രൊസീജിയർ ബാരിയേഴ്സ് മൂലമാകാം, ലോ ഔട്ട്റീച്ച് മൂലമാകാം. അങ്ങനെ പല കാര്യങ്ങളാൽ ഇത്തരത്തിൽ ഈ പറഞ്ഞ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻസ് അറിയാത്ത മൂലമാകും, ഇനിയൊരു പദ്ധതി ഉണ്ട് എന്നുള്ള പലപ്പോഴും അറിയാത്തത് കൊണ്ടിട്ടാകാം, ഒക്കെ തന്നെ ഫണ്ടുകൾ ഒരുപാട് ലാപ്സ് ആയി പോകുന്നുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിലെ എല്ലാ സ്കീമുകളും തന്നെ, അല്ലെങ്കിൽ ഒട്ടുമിക്ക സ്കീമുകളും തന്നെ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിലൂടെ നടക്കുക. അതായത് നേരിട്ട് ബെനിഫിഷ്യറി അക്കൗണ്ടിലേക്ക് ഈ പറഞ്ഞ പൈസയും കാര്യങ്ങളും എത്തിക്കുന്ന നിലപാടാണ് പലപ്പോഴും ചെയ്യാറുള്ളത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലെ പല ആളുകളിലും, എസ്പെഷ്യലി വുമൺസിന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആളുകൾക്കും 100% എല്ലാ ആളുകളും ബാങ്ക് അക്കൗണ്ട്സ് ഉള്ളവരാണ് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ആളുകൾക്ക് ഇത്തരത്തിലുള്ള ബെനിഫിറ്റുകൾ ഡിറൈവ് എടുക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതും
ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അത് മാത്രമല്ല ചിലപ്പോൾ ഇത്തരത്തിലുള്ള സ്കീമുകളൊക്കെ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യാനായിട്ട് ഈ പറഞ്ഞ പോലെ കമ്പ്യൂട്ടറിലൊക്കെ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യേണ്ടായിരിക്കും. ഇന്റർനെറ്റ് ഫെസിലിറ്റി ഇവർക്ക് ഓൾറെഡി ഇങ്ങോട്ടേക്കുള്ള ഒന്നും കണ്ടേക്കത്തില്ല എന്ന് പറയാറുണ്ട്. അത് മാത്രമല്ല ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുമ്പോഴേക്കും പലപ്പോഴും ഇവരെ ആളുകളെ പറ്റിക്കാറുണ്ട്. മീൻസ് ഇവർക്ക് ലിറ്ററസിയും കാര്യങ്ങളും കുറവായതുകൊണ്ട് അതിന് താരതമ്യം ഇപ്പൊ നമുക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ ലിറ്ററസി റേറ്റ് എമംഗ് ട്രൈബിൽ നമ്മൾ പറയുന്നുണ്ട് 49.4% മാത്രമാണ്. നാഷണൽ ഫീമെയിൽ ലിറ്ററസി 64.60% ആണ് ആസ് പെർ സെൻസസ് 2011 എന്ന് പറയുകയാണെങ്കിൽ. ട്രൈബൽ ഏരിയയിൽ അത് 50ക്കും താഴെയാണ്, 49.4% മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ പലപ്പോഴും ഇവരെ ഈ പറഞ്ഞ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴേക്കും ഇവരുടെ ബാങ്ക് അക്കൗണ്ടിന് പകരം മറ്റാളുകളുടെ ബാങ്ക് അക്കൗണ്ട് കൊടുത്ത് പൈസ ഈ പറഞ്ഞ പോലെ വേറെ ഇവർക്ക് കിട്ടാതെ വരുന്ന സിറ്റുവേഷൻസ് ഒക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് വരുന്നത് മെയിൻ പ്രശ്നം തന്നെയാണ്. പിന്നെ മറ്റൊരു ഇഷ്യൂ ആണ് സർപഞ്ച് ഹസ്ബൻഡ് സിസ്റ്റം. അതായത് നമ്മൾ സർപഞ്ച് പതി സിസ്റ്റം എന്നൊക്കെ പറയാറുണ്ടല്ലോ. ബെനിഫിറ്റ് കൊടുക്കുന്ന സ്ത്രീകളുടെ പേരിലായിരിക്കും, പക്ഷേ മീൻസ് എൻറോൾ ചെയ്തിരിക്കുന്ന സ്ത്രീകളുടെ പേരിലായിരിക്കും, പക്ഷേ അവിടെ തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഈ പറഞ്ഞ പോലെ പുരുഷന്മാരായിരിക്കും, ഹസ്ബൻഡ്സ് ആയിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഈ പറഞ്ഞ പോലെ സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത് ലക്ഷ്യം കാണണമെന്ന് നിർബന്ധമില്ല. ഇതൊക്കെ ചേർത്തിട്ടാണ് പറയുന്നത്. നമ്മൾ ഒരുപാട് ഈ പറഞ്ഞ പോലെ ഇൻക്രീസ് അലോക്കേഷൻ ചെയ്യാറുണ്ട്. ഓരോ ബഡ്ജറ്റുകൾ വരുമ്പോഴും സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് അവരുടെ അപ്ലിഫ്റ്റ്മെന്റായിട്ട് എംപവർമെന്റിനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ഡയറക്ഷനിലാണ് പോകുന്നതല്ല എങ്കിൽ ഇതുകൊണ്ടൊന്നും നമുക്ക് കാര്യമുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് റൈറ്റ് ഡയറക്ഷൻ ഉദ്ദേശിക്കുന്ന കൃത്യമായിട്ടും ഉദ്ദേശിക്കുന്ന ആളുകളിലേക്ക് അതിന്റെ ബെനിഫിറ്റ് എത്തണം. അതുപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിൽ കൃത്യമായിട്ടും കണക്കുകൾ ഉണ്ടായിരിക്കണം, ഡേറ്റ ഉണ്ടായിരിക്കണം. എത്ര നാട്ടിൽ നമ്മുടെ നാട്ടിൽ എത്ര സ്ത്രീകളുണ്ട് തുടങ്ങിയ കാര്യങ്ങളിൽ കണക്കുകൾ ഉണ്ടായിരിക്കണം. ഇപ്പൊ നമ്മൾ ഈ കണക്കുകൾ എന്ന് പറഞ്ഞാൽ ഔട്ട്ഡേറ്റഡ് 2011 സെൻസസ്. ഇപ്പം സെൻസസ് നടത്തിയിട്ട് ഏകദേശം 14 വർഷത്തോളമായി. അപ്പൊ അത്ര ഔട്ട്ഡേറ്റഡ് ആയിട്ട് റിപ്പോർട്ട് ഉപയോഗിച്ച് നമ്മൾ ഡേറ്റാസ് അലോക്കേറ്റ് ചെയ്യുമ്പോഴേക്കും ഫണ്ടൊക്കെ അലോക്കേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് മതിയാകാതെ വന്നേക്കാം. അല്ലെങ്കിൽ കൾച്ചറൽ ഡൈവേഴ്സിറ്റിയെ കുറിച്ച് അറിയാതെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും ആ സ്കീമുകൾ സക്സസ്ഫുൾ ആയെന്ന് വന്നേക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ റൈറ്റ് ഡയറക്ഷനിൽ റിയൽ പ്രോഗ്രസ് മെഷർ ചെയ്തുകൊണ്ടിട്ട് ഈ സ്കീമുകൾ ഓരോന്നും അവതരിപ്പിക്കുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ മേക്ക് എ ഹ്യൂജ് ഇമ്പാക്ട് ഓൺ ദ ലൈഫ് ഓഫ് വുമൺസ് ഇൻ അവർ കൺട്രി. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ ഗവൺമെന്റ് ആണെങ്കിൽ ട്രാൻസ്ഫോർമേറ്റീവ് ചേഞ്ചസും പോളിസീസും ഒക്കെ തന്നെ എടുക്കുമ്പോഴേക്കും ഇത്തരത്തിൽ ഇക്വിറ്റിയും ആക്സസിബിലിറ്റിയും അക്കൗണ്ടബിലിറ്റിയും എൻഷുർ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ആർട്ടിക്കിളിൽ ഓതർ ആർട്ടിക്കിൾ അവസാനിപ്പിച്ചിരിക്കുന്നത്. നല്ലൊരു ആർട്ടിക്കിൾ തന്നെയാണ്. എസ്പെഷ്യലി ഈ പറഞ്ഞ സോഷ്യൽ ജസ്റ്റിസിന്റെ പെർസ്പെക്ടീവിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന നല്ലൊരു ആർട്ടിക്കിൾ ആയിട്ട് ഇതിനെ പറയാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ദെൻ മൂവിംഗ് ഓൺ ടു ലാസ്റ്റ് ടോപ്പിക്, ഹ്യൂമൻ സ്റ്റോം. ഈ ഒരു പിക്ചർ ഒരു പക്ഷേ നിങ്ങൾ കണ്ടാണ് ഈ പത്രത്തിനകത്ത് ഈ ഒരു പിക്ചർ ഉണ്ടായിരുന്നതാണ് ഹ്യൂമൻ ടോമിനെ കുറിച്ചിട്ട്. ഒരു കഴിഞ്ഞ ദിവസം പെയ്ത മഴയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ എടുത്തിരിക്കുന്ന ഒരു പിക്ചർ കൂടിയാണിത്. ഓക്കെ, ശരി. ഒരു ടോപ്പിക്കിനകത്ത് ഹുമയൂൺ ടോംബിനെ കുറിച്ച് നമുക്ക് തീർന്ന് നോക്കാനുണ്ട്. സോ ആദ്യം തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ആരായിരുന്നു ഹുമയൂൺ എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. നമ്മൾ മീഡിയൽ ഹിസ്റ്ററിക്കകത്ത് പഠിക്കുന്നതാണ് ഇദ്ദേഹത്തിനെ കുറിച്ചിട്ട്, ഈ ഒരു റൂളിനെ കുറിച്ചിട്ട്. എസ്പെഷ്യലി ഇദ്ദേഹം ജനിച്ച ഈ പറഞ്ഞ 1508 ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിലാണ് ജനിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹം മരണമടഞ്ഞത് ഡൽഹിയിൽ വെച്ചിട്ടാണ്. 1556 ഇന്ത്യയിൽ ഡൽഹിയിൽ വെച്ചിട്ടാണ് മരണമടഞ്ഞത്. അദ്ദേഹത്തിന്റെ ടോംബാണ് ഹുമയൂൺ ടോംബ് എന്ന് പറയുന്നത്. ആൻഡ് ഹി വാസ് എ സെക്കൻഡ് റൂളർ ഓഫ് മുഗൾ എംപയർ. ഇന്ത്യയിലെ മുഗൾ സാമ്രാജ്യത്തിന്റെ രണ്ടാം ഭരണാധികാരിയായിരുന്നു ഹുമയൂൺ എന്ന് പറയുന്നത്. മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ച ഫൗണ്ടർ എന്ന് പറയുന്നത് ബാബർ ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. ബാബറിന്റെ സണ്ണാണ് ഹുമയൂൺ എന്ന് പറയുന്നത്. ആൻഡ് ഇദ്ദേഹം ഈ പറഞ്ഞ പോലെ വാസ് എ ഗ്രേറ്റ് എക്സ്പ്ലോറർ കൂടിയായിരുന്നു. ഈ പറഞ്ഞ രീതിയിൽ ഇന്ത്യയിലെ മീൻസ് മുഗൾ സാമ്രാജ്യം നമ്മൾ പഠിക്കുന്നതാണ്. 2 തവണ അദ്ദേഹം ഭരിച്ചിട്ടുണ്ട്. ഒന്ന് ഫസ്റ്റ് ടൈം 1530 to 1540 വരെ, പിന്നെ അതിനുശേഷം 1555 to 56 അദ്ദേഹം മരണമടയുന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ദെൻ ഇദ്ദേഹം ഫോർട്ട് ചെയ്ത പ്രധാനപ്പെട്ട ബാറ്റിൽസ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്, ബിക്കോസ് പ്രിലിംസിന് ആവശ്യമായിട്ട് അറിയാം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ബാറ്റിൽ ഓഫ് ദൗറ. ബാറ്റിൽ ഓഫ് ദൗറ എന്ന് പറയുന്നത് ഇദ്ദേഹം ഈ പറഞ്ഞ നോട്ടബിൾ വിക്ടറി ആയിരുന്നു. അഫ്ഗാൻ ലീഡർ ആയിരുന്ന ബഹദൂർ ഷാ ഗുജറാത്തുമായിട്ട് ഇദ്ദേഹം ഏറ്റുമുട്ടിയ ഒരു ബാറ്റിലായിരുന്നു ബാറ്റിൽ ഓഫ് ദൗറ. അദ്ദേഹത്തിന്റെ മുഗൾ അതോറിറ്റി റീജിയനിൽ സ്ഥാപിക്കാനായിട്ട് ഇടയാക്കിയ ഒരു ബാറ്റിൽ കൂടിയായിരുന്നു ബാറ്റിൽ ഓഫ് ദൗറ. 1532 ആണ്. വർഷങ്ങൾ ഓർത്തിരിക്കുക, ക്രോണോളജി വെച്ച് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ ഒരു ബാറ്റിലായിരുന്നു ബാറ്റിൽ ഓഫ് ചൗസ. ബാറ്റിൽ ഓഫ് ചൗസയ്ക്കകത്ത് ഈ പറഞ്ഞ ഹുമയൂൺ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഷേർഷാ സൂരിയുമായിട്ട് ഈ പറഞ്ഞ അഫ്ഗാൻ റൂളറായ ഷേർഷാ സൂരിയുമായിട്ട് ഹുമയൂൺ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തെ ഗ്രേറ്റസ്റ്റ് റൈവലിൽ കൂടിയായിരുന്നു ഷേർഷാ സൂരി. അദ്ദേഹമായിട്ട് ഈ പറഞ്ഞ പോലെ ഡിഫീറ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ ഈ പറഞ്ഞ പോലെ ബാറ്റിൽ ഓഫ് ചൗസയിൽ ഡിഫീറ്റ് ചെയ്യപ്പെട്ട ശേഷം ഈ പറഞ്ഞ പോലെ അദ്ദേഹം ഈ പറഞ്ഞ പോലെ എസ്കേപ്പ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പലായനം ചെയ്യുകയാണ്, ഗാഞ്ചസ് റിവർ ക്രോസ് ചെയ്ത് പലായനം ചെയ്ത് പിന്നെ ഒരുപാട് കുറെ നാൾ അദ്ദേഹം നൊമാഡിക് ലൈഫ് ചെയ്യുകയാണ് പറയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ശരി, പറഞ്ഞ രീതിയിൽ അങ്ങനെ പതുക്കെ പതുക്കെ ഈ പറഞ്ഞ ഹുമയൂണിന്റെ ഒരു എന്താ പറയുക ആധിപത്യം പതുക്കെ കുറഞ്ഞു തുടങ്ങിയ ഒരു കാലഘട്ടം കൂടിയായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സെക്കൻഡ് ബാറ്റിൽ കൂടിയാണ് അദ്ദേഹം ടോട്ടലി ഇവിടുന്ന് വിട്ടുപോവുകയുണ്ടായത്. ബാറ്റിൽ ഓഫ് കനൗജിൽ ഈ പറഞ്ഞ ശേഷസൂര്യമായിട്ട് ഫർദർ ഈ പറഞ്ഞ അദ്ദേഹം ഈ പറഞ്ഞ രീതിയിൽ യുദ്ധത്തിൽ ഏർപ്പെടുന്നു. അങ്ങനെ ഈ പറഞ്ഞ ശേർഷ ഈ പറഞ്ഞ ഡൽഹി കീഴ്പ്പെടുത്തുകയാണ് ചെയ്തത്. അങ്ങനെ ഹുമയൂൺ ഈ പറഞ്ഞ എക്സൈലേക്ക് കുറെ നാൾ പോയി നൊമാഡിക് ലൈഫിലേക്ക്, ഇറാൻ ഭാഗങ്ങളിലേക്ക് നൊമാഡിക് ലൈഫിലേക്ക് പോയി എന്നാണ് പറയപ്പെടാറുള്ളത്. അങ്ങനെ താൽക്കാലികമായിട്ട് മുഗൾ റൂൾ ഇന്ത്യയിൽ അവിടെ അവസാനിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് അദ്ദേഹം തിരികെ വരുന്നുണ്ട്.
1555 1555 കാലഘട്ടത്തിൽ വീണ്ടും ഇപ്പോൾ സിർഹിന്ദ് ബാറ്റിൽ ഓഫ് സിർഹിന്ദ് വെച്ചിട്ട് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട ആ ഒരു മുഗൾ സാമ്രാജ്യം അദ്ദേഹം തിരികെ പിടിക്കുകയാണ് ചെയ്തത്. അങ്ങനെ വീണ്ടും ഡൽഹിയുടെയും ആഗ്രയുടെയും കൺട്രോൾ അദ്ദേഹം ഹുമയൂൺ തിരികെ പിടിക്കുന്നു. അങ്ങനെ 1556 ഈ പറഞ്ഞ പോലെ തിരികെ പിടിച്ചു. 1555 ഈ പറഞ്ഞ പോലെ 56 ഈ പറഞ്ഞ അദ്ദേഹം മരണമടയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെ അദ്ദേഹം ഫൗട്ട് ചെയ്ത പ്രധാനപ്പെട്ട 4 ബാറ്റിൽസ് അറിഞ്ഞിരിക്കാം. ബാറ്റിൽ ഓഫ് ദൗറാം, അവിടെ ഈ പറഞ്ഞ പോലെ അദ്ദേഹം അഫ്ഗാൻ ലീഡർ ആയിരുന്ന ബഹദൂർ ഷായെ ഡിഫീറ്റ് ചെയ്തു, മുഗൾ സാമ്രാജ്യത്തിന് ആധിപത്യം കൊണ്ടുവന്നു. രണ്ടാമത്തെ ബാറ്റിലായ ബാറ്റിൽ ഓഫ് ചൗസൻ, ചൗസ ഈ പറഞ്ഞ അദ്ദേഹത്തിന്റെ ഗ്രേറ്റർ ട്രൈബിളായ ശേഷ സൂര്യമായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ ഈ പറഞ്ഞ പോലെ ഒരു ഹുമയൂൺ ഡിഫീറ്റ് ആണ് രേഖപ്പെടുത്തിയ ഷെർഷയാണ് അവിടെ വിജയിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ബാറ്റിൽ ഓഫ് കനോജ് 1540 നടന്ന ബാറ്റിൽ ഓഫ് കനോജിൽ ഷേർഷാ സൂര്യ അദ്ദേഹത്തെ വീണ്ടും പരാജയപ്പെടുത്തി. അങ്ങനെ അദ്ദേഹം ഈ പറഞ്ഞ പോലെ അവിടുന്ന് എക്സൈൽ ചെയ്യുകയും പിന്നെ കുറെ നാള് നൊമാഡിക് ലൈഫിലാണ് പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം തിരികെ വന്നിട്ട് 1950 വീണ്ടും അധികാരം പിടിച്ചെടുക്കി. 1955 വീണ്ടും ഒരു ബാറ്റിൽ ഓഫ് സിർഹൻ. അത് കഴിഞ്ഞുള്ള ബാറ്റിൽ ഓഫ് അതിനുശേഷം 1556 1556 അദ്ദേഹം മരണമടയുക കാര്യം ഓർത്തിരിക്കാം. അതിന്റെ ടോംബാണ് ഈ ഹ്യൂമൻ ടോംബായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സോ എനിവേ ഹ്യൂമൻ സ്റ്റോംബ് സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. ഈ പറഞ്ഞ രീതിയിൽ അവിടെ ഈ പറഞ്ഞ നിസാമുദ്ദീൻ ഈസ്റ്റിലാണ് സ്ഥിതി ചെയ്യപ്പെടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഗാർഡൻ ടോംബ് ഇൻ മുഗൾ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ആണ്. ഫസ്റ്റ് ഗാർഡൻ ടോംബ് ഇൻ മുഗൾ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ ഓൺ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഹ്യൂമൻ ടോംബ് ആണ്. ഇത് നിർമ്മിക്കപ്പെട്ടത് കമ്മീഷൻ ചെയ്ത് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് വൈഫായിരുന്ന ബീഗമാണ് ഇത് കമ്മീഷൻ ചെയ്യുന്നുള്ള കാര്യം നോക്കാം. ദെൻ ഇത് പണി കഴിപ്പിച്ച ആർക്കിടെക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട പേർഷ്യൻ ആർക്കിടെക്ട്സ് ആയിരുന്നു. മീറക് മിർസ കിയാസും അദ്ദേഹത്തിന്റെ സണ്ണായ സിയാദ് മുഹമ്മദും കൂടി ചേർന്നവരാണ് ഇത് ഡിസൈൻ ചെയ്ത് ഈ പറഞ്ഞ പണി കഴിപ്പിച്ചെന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ദെൻ ഇത് ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റും കൂടിയാണെന്നുള്ള കാര്യം ഓർക്കണം. 1993 യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് പദവി ലഭിച്ച ഒരു സൈറ്റ് കൂടിയാണ് ഹ്യൂമൻ ടോംബ്. ഇതിന് ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ഓൾസോ ദ ഫസ്റ്റ് സ്ട്രക്ചർ ടു യൂസ് റെഡ് സാൻഡ്സ്റ്റോൺ അറ്റ് ദിസ് സ്കെയിൽ. ഇത്രയും വലിപ്പത്തിൽ ഈ പറഞ്ഞ റെഡ് സാൻഡ്സ്റ്റോൺ ഉപയോഗിച്ച് പണി കഴിപ്പിച്ച ഒരു സ്ട്രക്ചർ കൂടിയായിരുന്നു ഈ ഹ്യൂമൻ ടോംബ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നോക്കിയിരിക്കാം. സോ ഇത്രയാണ് ഒരു ആർട്ടിക്കിൾ നമുക്ക് പ്രിലിംസിന്റെ പെർസ്പെക്ടീവിൽ പഠിക്കാനുണ്ടായിരുന്നു. ലാസ്റ്റ് മൂവിംഗ് ഓൺ ടു എൻ MCQ ക്വസ്റ്റ്യൻ. പ്രിലിംസ് MCQ ക്വസ്റ്റ്യൻ ആണ്. ത്രീ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്ത PM ജനറൽ ആയിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് എളുപ്പം നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന തന്നെയാണ്. എന്തായാലും എല്ലാവരും കറക്റ്റ് ആൻസർ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാം ക്ലിയർ വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത് കാണാം. താങ്ക് യു.